ഹയർ ഡെറിവേറ്റീവിൽ ഒരു പ്രോബ്ലമാണ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു പ്രൂവ് ദാറ്റ് 1 പ്ലസ് എസ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു 1 പ്ലസ് എസ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടൊരു ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് 1 വേണമെങ്കിൽ പറയാം ഹയർ ഡെറിവേറ്റീവിനകത്ത്. ടൈപ്പ് 1 ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ. നമ്മുടെ ചെയിൻ റൂൾ അനുസരിച്ച് ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 നേരെ ഇവിടെ വരും. അപ്പൊ 2 ടാൻ ഇൻവേഴ്സ് എക്സ് വരും. ബ്രാക്കറ്റ് ഇട്ടു. ഇനി എന്തിന്റെ ഡെറിവേറ്റീവ് എടുക്കണം? ഈ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ? അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? 1/1 പ്ലസ് എസ് സ്ക്വയർ. ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ഡിനോമിനേറ്റർ വരുന്ന പ്രോബ്ലം ആണെങ്കിൽ അവിടെ വരുന്നതിന് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് ഇതിനകത്ത് ഒരിക്കലും കൊടുക്കരുത്. നേരെ ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്ക് 1 പ്ലസ് എസ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. 2 ടാൻ ഇൻവേഴ്സ്, അതായത് ഈ 1 പ്ലസ് എസ് സ്ക്വയർ നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് വരും നോക്കിയാൽ 1 പ്ലസ് എസ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇപ്പൊ ഡിനോമിനേറ്റർ ഇങ്ങനെ വരുന്ന പ്രോബ്ലം എല്ലാം നേരെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഒരു മോഡലിൽ നമ്മൾ എഴുതാമുള്ളൂ. ഇനി ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 പ്ലസ് എസ് സ്ക്വയർ അങ്ങനെ തന്നെ നിർത്തി. ഏതിന്റെ ഡെറിവേറ്റീവ്? പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്, ഇത് സെക്കൻഡ് ആണ്. അപ്പോൾ 1 പ്ലസ് എസ് സ്ക്വയറിനെ നിർത്തി. ഏതിന്റെ ഡെറിവേറ്റീവ്? ഡി വൈ ബൈ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ എഴുതി ഈക്വൽ പ്ലസ്. കാരണം അവിടെ പ്രോഡക്റ്റ് കൊടുക്കണം. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്, ഇത് സെക്കൻഡ് ആണ്. ഇനി ഈ സെക്കൻഡിനെ ഇവിടെ നിർത്തണം. ഡി വൈ ബൈ ഡി എക്സിനെ അവിടെ നിർത്തണം. ഏതിന്റെ ഡെറിവേറ്റീവ്? 1 പ്ലസ് എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2x വരും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരാ, നമ്മൾ റൈറ്റ് സൈഡിലും അതോടൊപ്പം തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ 2 അവിടെ കോൺസ്റ്റന്റ് നിർത്തി. വീണ്ടും ഈ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/1 പ്ലസ് എസ് സ്ക്വയർ. ഇപ്പൊ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി വളരെ സിമ്പിൾ ആണ്. ഇത് അങ്ങനെ തന്നെ നമ്മൾ എപ്പോഴും താഴേക്ക് ഇറക്കി എഴുതാം. അപ്പൊ 1 പ്ലസ് എസ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 2. ഈ 1 പ്ലസ് എസ് സ്ക്വയർ നേരെ നമ്മൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വരും നോക്കിയാൽ ഈ 1 പ്ലസ് എസ് സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ബ്രാക്കറ്റ് ഇട്ട് എഴുതുക. 1 പ്ലസ് എസ് സ്ക്വയർ നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ, അതായത് ഇവിടെ എഴുതണം 1 പ്ലസ് എസ് സ്ക്വയറിന്. ഇനി നമ്മൾ എളുപ്പം ഇത് 2 ആരോ കൊടുത്തിട്ട് നമ്മുടെ പ്രൂവ് ദാറ്റ് ചുമ്മാ എടുത്ത് എഴുതിയാൽ മതി. നമുക്ക് 1 പ്ലസ് എസ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു 1 പ്ലസ് എസ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. പ്രൂവ് ദാറ്റ് വെറുതെ എടുത്ത് എഴുതിയാൽ മതി. കാരണം എന്താ നോക്കിയേ, ഈ 1 പ്ലസ് എസ് സ്ക്വയറും 1 പ്ലസ് എസ് സ്ക്വയറും ഇതേ ആദ്യത്തെ നമ്പർ 1 പ്ലസ് എസ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ ഇതേ ഇൻറ്റു ഇതങ്ങനെ എഴുതി. ഇനി 1 പ്ലസ് എസ് സ്ക്വയർ ഇൻറ്റു 2x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇനി റൈറ്റ് സൈഡിൽ കിടക്കണം 2 നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്തായി നോക്കിയേ, -2. അപ്പൊ നമ്മൾ എപ്പോഴും ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അത് അങ്ങനെ തന്നെ താഴെ ഇറക്കി വെച്ചു. ദെൻ ഇത് നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് എഴുതിയാൽ മതി? നമുക്ക് പ്രൂവ് ദാറ്റ് തരും, അതങ്ങ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഒരാരോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഇതിനെ ഓരോന്നിനെ പ്രോഡക്റ്റ് ചെയ്യുന്നതായിട്ട് ഒരാരോ കൊടുക്കുക, ആൻസർ എഴുതി.